യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷിഭിः പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. ഋഷിർനാംനാ സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ഛന്ദോ അനുഷ്ടുപ് തഥാ ദേവോ ഭഗവാൻ ദേവകീസുതാ. അമൃതം ശുദ്ഭവോ ബീജം ശക്തിർദേവകീനന്ദന ത്രിസാമ ഹൃദയം തസ്യ ശാന്തർത്തെ വിനിയുജ്യതേ. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷിഭിः പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. ഋഷിർനാംനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ഛന്ദോ അനുഷ്ടുപ് തഥാ ദേവോ ഭഗവാൻ ദേവകീസുതാ. അമൃതം ശുദ്ഭവോ ബീജം ശക്തിർദേവകീനന്ദന ത്രിസാമ ഹൃദയം തസ്യ ശാന്ത്യർത്തെ വിനിയുജ്യതേ. ഭഗവാന്റെ ഗുണനിമിത്തങ്ങളായിട്ടുള്ളതും പ്രസിദ്ധങ്ങളായിട്ടുള്ളതും ഋഷിമാരാൽ സമ്പൂർണമായി പാരായണം ചെയ്തിട്ടുള്ളതുമായ ആ ദിവ്യനാമങ്ങളെ ഞാനിവിടെ വർണ്ണിക്കുന്നു. ഈ നാമങ്ങൾ പാരായണം ചെയ്യുന്നവരുടെ ഐശ്വര്യവും പുരുഷാർത്ഥ സിദ്ധിയും ലഭിക്കുന്നതാണ്. ഈ സഹസ്രനാമത്തിൻ്റെ ഋഷി വേദവ്യാസനെന്ന മഹാമുനിയും ഛന്ദസ് അനുഷ്ടുപ്പും ദേവത ദേവകീപുത്രനായ ഭഗവാനും അതായത് ശ്രീകൃഷ്ണനുമാണ്. ഇതിൻ്റെ ബീജം അമൃതാം ശൂദ്ഭവനും ശക്തി ദേവകീനന്ദനനും ഹൃദയം ത്രിസാമവും ശാന്തി വിനിയോഗവുമാകുന്നു. ഋഷി, ഛന്ദസ്, ദേവത, ബീജം, ശക്തി ഇതെല്ലാം മന്ത്രത്തിൻ്റെ അംഗങ്ങളാണ്. അംഗവിന്യാസത്തോടുകൂടി മന്ത്രമായി സഹസ്രനാമം ജപിക്കണമെങ്കിൽ ഗുരുവിൻ്റെ ഉപദേശം ലഭിക്കേണ്ടതാണ്. അതിനാണ് ഋഷിയും ഛന്ദസ്സുമെല്ലാം ഉപയോഗിക്കുന്നത്. അതില്ലാതെ ഒരു സ്തോത്രമായോ നാമാവലിയായും ആർക്കും സഹസ്രനാമം ജപിക്കാവുന്നതാണ്.